ഒന്ന് നിർത്തൂ. ഒന്ന് ശ്വാസം എടുക്കൂ. ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യാദൃശ്ചികമല്ല. ആകാശത്ത് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ഭാഗ്യത്തെ, നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് നക്ഷത്രങ്ങൾ പറയുന്നതാണ്. ഗ്രഹങ്ങൾ പറയുന്നതാണ്. ആകാശം തന്നെ നിങ്ങൾക്കായി ഒരു സന്ദേശം എഴുതി വച്ചിരിക്കുന്നു. വൃശ്ചികം രാശിക്കാരെ, ഈ നിമിഷം ശ്രദ്ധിക്കൂ. കാരണം ഇത്തരം ഒരു ഗ്രഹനില, ഇത്തരം ഒരു നക്ഷത്ര സംയോഗം, ഇത് 150 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അപൂർവ ശക്തിയാണ്. ഈ ശക്തി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരികയാണ്. ഇത് നിങ്ങൾ ഉറ്റുനോക്കേണ്ട ഒരു നിമിഷമാണ്. വൃശ്ചികം എന്ന രാശി ഒറ്റനോട്ടത്തിൽ ശക്തമാണ്. ആഴമുള്ള ചിന്ത, ഉൾക്കാഴ്ച, ദൃഢമായ മനസ്സ്, ഇതൊക്കെ ഈ രാശിയുടെ സ്വഭാവമാണ്. പക്ഷേ ഇക്കഴിഞ്ഞ കാലം നിങ്ങൾക്ക് ഒട്ടും എളുപ്പമായിരുന്നില്ല, അല്ലേ? ഉള്ളിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിരുന്നു. ഒരുപാട് കാലമായി ഒരു ആഗ്രഹം ഉള്ളിൽ ഒതുക്കി നടക്കുകയാണ്. ചിലർക്ക് ജോലിയിൽ ആശയക്കുഴപ്പം, ചിലർക്ക് പണബുദ്ധിമുട്ട്, ചിലർക്ക് കുടുംബത്തിൽ വലിയ സംഘർഷം. ഈ കഷ്ടതകൾ ഒക്കെ ഒരു കാരണത്തിനാൽ ആയിരുന്നു. ആ കാലം ഇപ്പോൾ അവസാനിക്കുകയാണ്. ഇടിമുഴക്കം കഴിഞ്ഞ് മഴ വരുന്നത് പോലെ, ഇരുൾ കഴിഞ്ഞ് വെളിച്ചം വരുന്നത് പോലെ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉദയം സംഭവിക്കാൻ പോകുന്നു. ഈ ആകാശത്ത് ഇപ്പോൾ ഗ്രഹസഞ്ചാരം ഒരു അസാധാരണ ഒഴുക്കിലാണ്. ഗുരു ഭഗവാൻ ഇപ്പോൾ വൃശ്ചികം രാശിക്ക് 8ാം ഭാവത്തിൽ ഇരിക്കുകയായിരുന്നു. ആ സ്ഥിതി അല്പം ക്ലേശകരമായിരുന്നു. ഒരുപക്ഷേ ചില കാര്യങ്ങൾ നടക്കാതെ പോകുന്നതായി തോന്നി. ഒരു ഉദ്ദേശ്യമുണ്ട്, ശ്രമവുമുണ്ട്, പക്ഷേ ഫലം കണ്ടില്ല. ഇതൊക്കെ ആ ഗ്രഹശക്തിയുടെ ഭാഗം ആയിരുന്നു. എന്നാൽ ഇനി അങ്ങനെ ആയിരിക്കില്ല. ഗുരു ഭഗവാൻ ഇനി 9ാം ഭാവത്തിലേക്ക് യാത്ര ചെയ്യും. 9ാം ഭാവം, അത് ഭാഗ്യത്തിന്റെ ഭവനമാണ്, ഭാഗ്യസ്ഥാനം. ഗുരു ഇവിടെ വരുമ്പോൾ, ഉച്ചസ്ഥാനത്ത് ഇരിക്കുന്ന ഗുരു, ഇത് വൃശ്ചികം രാശിക്ക് ഒരു രാജയോഗമാണ്. ഇനി വരുന്ന കാലത്ത് ഗുരുവിന്റെ ദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൊന്മഴ പോലെ ഇറങ്ങും. ഇനി ശനിയെക്കുറിച്ച് സംസാരിക്കണം. ശനി ഭഗവാൻ ഇപ്പോൾ 5ാം ഭാവത്തിലാണ്. ശനി 5ൽ ഇരിക്കുമ്പോൾ ചിലർക്ക് ചിന്തകൾ ഒട്ടും ശാന്തമാകില്ല. ബന്ധങ്ങളിൽ ചില ഉലച്ചിലുകൾ ഉണ്ടാകും. കുട്ടികളുടെ കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ടാകും. ചിലർക്ക് പ്രണയബന്ധങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ശനി ഭഗവാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ ആണ്. ശനി ക്ഷമ ആവശ്യപ്പെടുന്ന ഗ്രഹമാണ്. ഫലം ഉടനടി ലഭിക്കില്ല, പക്ഷേ ലഭിക്കുമ്പോൾ അത് ശാശ്വതം ആയിരിക്കും. ശനിയുടെ ഈ ഘട്ടം കഴിഞ്ഞ് ഒരു ഉറച്ച ജീവിതം ഉണ്ടാകും. ആ ജീവിതം ഒരിക്കലും ഇളകില്ല. ഇനി രാഹുകേതു ഫലം. രാഹു 4ാം ഭാവത്തിൽ, കേതു 10ാം ഭാവത്തിൽ. ഈ ഗ്രഹചലനം ഒരു ഇരട്ട വായ്ക്കലാണ്. രാഹു 4ൽ ഇരിക്കുമ്പോൾ ഭൂമി, വീട്, വാഹനം, അമ്മ, ആൻ, തരിക, ശാന്തി, ഇവ ഒക്കെ ഒരു ചലനത്തിന് വിധേയമാകും. ചില ഗ്രഹസ്ഥിതി മാറും. വാഹന ഇടപാടുകൾ ഉണ്ടാകും. ഭൂമി ഇടപാടിൽ ശ്രദ്ധ വേണം. അതേസമയം കേതു 10ൽ ഇരിക്കുമ്പോൾ ജോലിയിൽ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകും. ചിലർക്ക് ജോലി മാറ്റം, ചിലർക്ക് ഉദ്യോഗസ്ഥലം മാറ്റം, ഇതൊക്കെ ഒടുവിൽ നന്മക്ക് ആയി മാറും. ഇതെല്ലാം ഒരു ദൈവിക ആസൂത്രണത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഭയക്കേണ്ടതില്ല. ഈ ഗ്രഹചലനത്തിന്റെ ഫലം ഒടുവിൽ നിങ്ങളെ ഒരു ഉന്നത സ്ഥാനത്ത് എത്തിക്കും. ഇനി ഞാൻ ഒരു കാര്യം ഉറപ്പു പറയാം, ഇത് 100% നടക്കും. അടുത്ത 15 നാളിൽ ഒരു വലിയ തിരിവ് ഉണ്ടാകും. ആ തിരിവ് നിങ്ങൾ ഒരിക്കലും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ നിമിഷം ആയിരിക്കും. ദൈവം കൊടുക്കുന്ന ഒരു ഭാഗ്യ നിമിഷം ഒരിക്കൽ വാതിൽ മുട്ടും. ആ വാതിൽ തുറക്കാൻ തയ്യാറായി ഇരിക്കൂ. ഇനി ഞാൻ അടുത്ത 7 നാൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന 3 വലിയ സംഭവങ്ങൾ പറയാം. ഇത് കേൾക്കൂ, കാരണം ഇത് ഒരു ഞെട്ടൽ ആകും. ആദ്യ ഘട്ടം, അടുത്ത 7 നാൾക്കുള്ളിൽ നിങ്ങൾ ഒരു കാലത്ത് പ്രതീക്ഷ ഉപേക്ഷിച്ച ഒരു കാര്യം പൊടുന്നനെ നടക്കും. ഒരു ഫോൺ വരും, ഒരു സന്ദേശം വരും, ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. ആ ഒരു സംഭവം നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുടെ തിരി കൊളുത്തും. ഇത് ആകസ്മികം അല്ല. ഇത് ഗ്രഹശക്തി ഒരുക്കുന്ന ഒരു ദൈവിക ഇടപെടൽ ആണ്. ആ നിമിഷം പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കൂ. 2ാം ഘട്ടം, അടുത്ത 7 മുതൽ 14 നാൾക്കുള്ളിൽ ഒരു ബന്ധം ശക്തിപ്പെടും. ഒന്നുകിൽ ഒരു കുടുംബ ബന്ധം, അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം, അല്ലെങ്കിൽ ഒരു തൊഴിൽ ബന്ധം. ഇക്കഴിഞ്ഞ കാലത്ത് ദൂരമായി നിന്ന ഒരു ആൾ അടുക്കും. ആ അടുക്കൽ നിങ്ങൾക്ക് ഒരു ഭദ്രത നൽകും, ഒരു സ്ഥിരത നൽകും. ഒരുപക്ഷേ ഈ കാര്യം നിങ്ങൾ ഒരിക്കലും ഒരുമ്പെടുത്തിരുന്നു, പക്ഷേ ദൈവം ഒരുക്കി വയ്ക്കുന്ന ഘട്ടം ഇതാണ്. ആ ഘട്ടം ഉറ്റുനോക്കൂ. 3ാം ഘട്ടം, ഇത് ഏറ്റവും ശക്തമായ ഒരു ഘട്ടമാണ്. ഇക്കഴിഞ്ഞ കാലത്ത് ഒരു സ്ഥലത്തു നിന്ന് ഒരു അനുഗ്രഹം, ഒരു ഭൗതിക അനുഗ്രഹം, ഒരു ധനലബ്ധി, ഇത് ഇനി ഉണ്ടാകും. ഇത് ഒരു ചെറിയ ഉദ്ദേശ്യമായി തോന്നും, പക്ഷേ ഇത് ഒരു വലിയ ആരംഭമാണ്. ഒരു ബീജം മണ്ണിൽ വീഴുന്നത് പോലെയാണ് ഇത്. ആ ബീജം ഒരു ഭീമൻ മരമായി വളരും. ഇത് ഒരു ദൈവദൃഷ്ടിയാണ്. ഇത് നിങ്ങൾ സ്വീകരിക്കൂ. ഇനി ഒരു നിമിഷം ആഴത്തിൽ ചിന്തിക്കൂ. ജോലി കാര്യം. ഈ ഇടയ്ക്ക് ഒരുപക്ഷേ ജോലിയിൽ ആകുലത ഉണ്ടായിരുന്നു. ഒരു ഉദ്യോഗ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സ്ഥാനക്കയറ്റം ആഗ്രഹിച്ചിരുന്നു. ഒരു ശമ്പള വർധന കൊതിച്ചിരുന്നു. ഇക്കഴിഞ്ഞ കാലത്ത് ഗ്രഹദശ അതിന് ഒരു ഉടൻ ഉത്തരം നൽകിയില്ല. എന്നാൽ ഇനി ഗുരു ഭാഗ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നതോടെ ഒരു വലിയ ദ്വാരം തുറക്കും.
ആ ദ്വാരത്തിലൂടെ ഒരു പ്രകാശകിരണം ഇറങ്ങും. ആ കിരണം ഒരു ഭാഗ്യഫലം ആയി നിങ്ങളെ തേടിവരും. സ്വകാര്യ ജോലിക്കാർക്ക് ഒരു ഉത്ബോധനം. ഈ ഘട്ടം ഒരു പ്രൊമോഷൻ, ഒരു പദ്ധതി, ഒരു ഉത്തരവാദിത്തം ഏൽക്കാനുള്ള സമയമാണ്. ഭയക്കേണ്ടതില്ല, ഏൽക്കൂ. ഈ ഗ്രഹദശ നിങ്ങൾക്ക് ഒരു ആന്തരിക ശക്തി നൽകും. ആ ശക്തി ഒരു ജ്വാൽ പോലെ കത്തും. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർ, ഈ ഘട്ടം ഒരു ശുഭഘട്ടമാണ്. ഒരു അർഹത ഉണ്ട്, ഒരു ആഗ്രഹമുണ്ട്, ഒരു ശ്രദ്ധ ഉണ്ട്. ഈ ത്രയം ഒരുമിക്കുന്ന ഒരു സമയം ഇത്. ഈ ഒഴുക്ക് ഉള്ളതുകൊണ്ട് ഇക്കാലത്ത് ഉണ്ടാകുന്ന ഒരു അവസരം പാഴാക്കരുത്. അത് ഒരുപക്ഷേ ഒരു ഇന്റർവ്യൂ ആകാം, ഒരു ശുപാർശ ആകാം, ഒരു വിജ്ഞാപനം ആകാം. എന്തുതന്നെ ആകട്ടെ, ആ ദ്വാരം തുറന്നു ഉള്ളിലേക്ക് കടക്കൂ. ബിസിനസ് ചെയ്യുന്നവർ ഒരു നിമിഷം ചിന്തിക്കൂ. ഈ ഒഴുക്ക് ഏറ്റവും ശക്തമായ ഒഴുക്ക് ബിസിനസ്കാർക്കാണ്. ഒരു ഭൂമി ഇടപാട്, ഒരു പുതിയ കൂട്ടാളി, ഒരു വ്യാപാര ഉടമ്പടി, ഇത്തരം ഒരു കാര്യം ഈ ഘട്ടത്തിൽ ഉരുത്തിരിയും. ഇതുവരെ ഒരു ദിശ കണ്ടെത്താതിരുന്ന ഒരു ബിസിനസ് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ ആ ദിശ കണ്ടെത്തുന്ന ഒരു നിർണായക ഘട്ടമാണ്. ഗ്രഹദിശ അനുകൂലമാണ്. ഈ ഘട്ടത്തിൽ ബിസിനസ് വ്യാപനം ചെയ്യാൻ ഭയക്കേണ്ടതില്ല. ഒരു ഗ്രഹദൃഷ്ടി നിങ്ങൾക്ക് ഒരു തുണ ആകും. ഇനി ധനകാര്യം. ഇക്കഴിഞ്ഞ കാലത്ത് ഒരു ധനക്കൂടൽ ഉണ്ടായിരുന്നോ? ഒരു ചെലവ് ഒഴിഞ്ഞ് ഓടിയിരുന്നോ? ഒരു കടം ഒരു ഭാരമായി തോന്നിയിരുന്നോ? ഇത് ഒക്കെ ഇനി ഒരു ഭദ്രതയ്ക്ക് വഴിമാറും. ഈ ഒഴുക്കിൽ ഒരു ധനലബ്ധി ഉണ്ടാകും. ഒന്നുകിൽ ഒരു ചെലവ് കുറയും, അല്ലെങ്കിൽ ഒരു ആദായം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു കടം ഒടുങ്ങും. ഈ മൂന്ന് ഒഴുക്കിൽ ഏതെങ്കിലും ഒന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ഗ്രഹദൃഷ്ടി ധനം ഒഴുകുന്ന ഒരു ചാനൽ ഒരുക്കും. ആ ചാനൽ ഒരു ഭദ്രഭൂതകാലം ഒഴുകിയൊഴിഞ്ഞ് ഒരു ഭദ്രഭവിഷ്യം ഒരുക്കും. ഈ ഘട്ടത്തിൽ ആരാണ് ഒരു ഓഹരി നിക്ഷേപം, ഒരു ഭൂമി, ഒരു ദീർഘകാല നിക്ഷേപം ഒക്കെ ആലോചിക്കുന്നത്? ഇത് ഒരു ശുഭഘട്ടമാണ്. ഒരു വിദഗ്ധന്റെ ഉപദേശം സ്വീകരിച്ച് ഒരു ഉറപ്പുള്ള നിക്ഷേപം ഇക്കാലത്ത് ആകാം. ഇനി ബന്ധജീവിതം, പ്രേമം, വിവാഹം, കുടുംബം. ഇത് ഒരു ഹൃദയസ്പർശഘട്ടമാണ്. ഇക്കഴിഞ്ഞ കാലത്ത് ഒരു ബന്ധം ഉലഞ്ഞു കഴിഞ്ഞ ഒരു ആൾ ഉണ്ടോ ഈ വീഡിയോ കാണുന്നവർക്കിടയിൽ? ഒരുപക്ഷേ ഒരു തർക്കം, ഒരു അകൽച്ച, ഒരു ഒറ്റപ്പെടൽ, ഇതൊക്കെ അനുഭവിച്ചവർ ഉണ്ടോ? ഈ ഘട്ടത്തിൽ ഒരു ബന്ധ ഉണർവ് ഉണ്ടാകും. ദൂരത്തു നിന്ന് ഒരു ആൾ അടുക്കും. ഒരു തണുത്ത ബന്ധം ഊഷ്മളം ആകും. ഒരു ഉടഞ്ഞ ആശ ഒട്ടിക്കും. ഇത് ഒരു ഗ്രഹദൃഷ്ടിയുടെ ദാനമാണ്. ഈ ദൃഷ്ടി ഒരു ഹൃദയ ഔഷധമാണ്. വിവാഹ ആഗ്രഹം ഉള്ള ചെറുപ്പക്കാർ ഒരു നിമിഷം ശ്രദ്ധിക്കൂ. ഈ ഒഴുക്ക് ഒരു ഭാഗ്യ ഒഴുക്കാണ്. ഒരു ആലോചന ഒരുങ്ങും. ഒരു ഇന ദൈവം ഒരുക്കിവെക്കുന്ന ഒരു ഘട്ടം ഇതാണ്. ഒരുപക്ഷേ ഒരു കൂടിക്കാഴ്ച, ഒരു ആദ്യ സ്വീകരണം, ഒരു ഔദ്യോഗിക ഒത്തൊരുമ, ഇതൊക്കെ ഈ കാലത്ത് ഉണ്ടാകും. ഇത് കേൾക്കൂ. ദൈവം ഒരുക്കിവെക്കുന്ന ഇന ഒരിക്കലും നഷ്ടപ്പെടില്ല. ആ ഇന ഒരു ദൈവിക ദൗത്യമാണ്. ആ ദൗത്യം ഈ ഘട്ടത്തിൽ ഒരു ഭൗതിക രൂപം ആർജിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഉണർവ് ഉണ്ടാകും. ഇടക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഒരു ദൂരം ഉണ്ടായിരുന്നു, ഒരു ഏകാകിത ഉണ്ടായിരുന്നു. ഇനി ആ ദൂരം ഒഴിഞ്ഞ് ഒരു ഊഷ്മള ഇണക്കം ഉണ്ടാകും. ഒരു ദൈവകൃപ ഒരു ദാമ്പത്യ ഭദ്രത ഒരുക്കും. ഈ ഒഴുക്ക് ഒരു ആഗ്രഹഭവനം ഒരുക്കും. ഇനി കുടുംബകാര്യം. ഈ ഘട്ടത്തിൽ ഒരു ഗൃഹ ഉദ്ദേശ്യം ഒരു ഫലം ആകും. ഒരു ഗൃഹ ക്രയവിക്രയം ഉണ്ടാകും. ഒരു ഗൃഹപ്രവേശം, ഒരു ഗൃഹ ആഘോഷം, ഇത്തരം ഒരു സന്തോഷഘട്ടം ഈ ഇടക്ക് ഒരുങ്ങും. കുടുംബ ബന്ധങ്ങൾ ഒരു ഭദ്രഘട്ടത്തിലേക്ക് ഒഴുകും. ഇക്കഴിഞ്ഞ കാലത്ത് ഒരു ആൾ ഒരു ഭൂ ഇടപാടിനായി ആഗ്രഹിക്കുകയായിരുന്നോ? ആ ഇടപാട് ഈ ഘട്ടത്തിൽ ഒരു ഫലം ആകും. ആ ഭൂമി ഒരു ഭദ്രഭൂതകാലം ഒഴുകിയൊഴിഞ്ഞ് ഒരു ഭദ്രഭാവി ഒരുക്കും. ആരോഗ്യഘട്ടം. ഈ ഒഴുക്കിൽ ഒരു ആരോഗ്യ ശ്രദ്ധ ആവശ്യമാണ്. ഉദര ആരോഗ്യം, ഹൃദ്രോഗശ്രദ്ധ, ഒരു ക്ഷീണ ഒഴുക്ക്, ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഒരു സൂചന ആണ്. ശരീരം ഒരു ദൈവദാനമാണ്. ആ ദാനം സൂക്ഷിക്കൂ. ഒരു ഔഷധ ഉപയോഗം ആവശ്യമുണ്ടെങ്കിൽ വൈദ്യ ഉപദേശം ഉടൻ തേടൂ. ഒരു ആരോഗ്യ ശ്രദ്ധ ഒരു ദൈവഭക്തിയാണ്. ദൈവം ആദ്യം ഒരു ആരോഗ്യ ശരീരം ഒരുക്കി. ആ ശരീരം ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ശ്രദ്ധിക്കൂ. ഈ ഒഴുക്കിൽ ഒരു ആരോഗ്യ ഉണർവ് ഉണ്ടാകും. ഒരു ആശ്വാസഘട്ടം ഉണ്ടാകും. ഒരു ക്ഷീണ ഒഴിവ് ഉണ്ടാകും. കൽപ്പവൃക്ഷം പോലെ ഒരു ദൈവദൃഷ്ടി ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ആഴ്ചക്കുള്ളിൽ ഒരു ഉണർവ് നൽകും. ആ ഉണർവ് ഒരു ആരോഗ്യ ഒഴുക്കാണ്. ആ ഒഴുക്ക് ഒരു ദൈവകൃപയാണ്. വിദ്യഘട്ടം. ഈ ഘട്ടത്തിൽ ഒരു വിദ്യ ഉദ്ദേശ്യം ഒരു ഫലം ആകും. ഒരു ഉന്നത വിദ്യ ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ഉന്നത ഉദ്യോഗ തൽപരത, ഒരു ഉദ്ദേശ്യ ബോർഡ്, ഒരു ഉന്നത ഉദ്ദേശ്യ ഫലം, ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഒരുങ്ങും. ഒരു ഉദ്ദേശ്യ ഒഴുക്കുള്ള ഒരു വിദ്യ ഒഴുക്കാണ്. ഒരു ഉന്നത ഉദ്ദേശ്യ ദൃഷ്ടി ഈ ഘട്ടത്തിൽ ഒരു ഒഴുക്ക് ഒരുക്കും. വിദേശ ഭാഗ്യം ആഗ്രഹിക്കുന്നവർ ഒന്ന് ഉണർന്നിരിക്കൂ. ഈ ഒഴുക്ക് ഒരു വിദേശ ഭാഗ്യ ഒഴുക്കാണ്. ഒരു വിദേശ ഒഴുക്ക് ഒരുങ്ങും. ഒരുപക്ഷേ ഒരു വിദേശ ജോലി ഓഫർ, ഒരു വിദേശ ആഗ്രഹ ഒഴുക്ക്, ഒരു വിദേശ ഒഴുക്ക്, ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഒരു ഫലം ആകും. ഗ്രഹദൃഷ്ടി ഒരു ദ്വാദശ ഭാഗ്യ ഒഴുക്ക് ഒരുക്കും. ഈ ഘട്ടത്തിൽ ഒരു ഉദ്ദേശ്യ ഒഴുക്ക് ഉള്ളവർ ഒരുങ്ങും. ദൈവം ഒരു ഭൂഖണ്ഡം കടന്ന് ഒരു ഭാഗ്യ ഒഴുക്ക് ഒരുക്കും. ആത്മീയ ഉണർവ്. ഈ ഘട്ടത്തിൽ ഒരു ദൈവദൃഷ്ടി ഉണ്ടാകും. ഒരു ക്ഷേത്ര ദർശനം, ഒരു ആത്മ ഉണർവ്, ഒരു ഉൾക്കാഴ്ച, ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഒരുങ്ങും. ഒരു ഗ്രഹദൃഷ്ടി ഒരു ദൈവദൃഷ്ടിയാണ്.
ഒരു ദൈവദൃഷ്ടി ഒരു ആത്മഭദ്രത ആണ്. ഈ ഘട്ടത്തിൽ ഒരു ദൈവഭക്തി, ഒരു ഉൾക്കാഴ്ച, ഒരു ദൈവദൃഷ്ടി ഇതൊക്കെ ഉണ്ടാകും. ദൈവഭക്തിക്ക് ഒരു ഉണർവ് ഉണ്ടാകും, ഒരു ഉൾക്കാഴ്ച ഒരുങ്ങും. വൃശ്ചികം രാശിക്കാരെ, നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല. ദൈവം ഒരു ഗ്രഹദൃഷ്ടിയായി, ഒരു ഭക്തിദൃഷ്ടിയായി, ഒരു ആകാശദൃഷ്ടിയായി നിങ്ങൾക്ക് ഒരു ഒഴുക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ ഒഴുക്ക് ഒരു ജീവജ്വാല ആണ്. ആ ജ്വാല ഒരിക്കലും അണയില്ല. ഈ ഘട്ടം ഒരു ഭദ്രഭൂതകാലം ഒഴിഞ്ഞ് ഒരു ഭദ്രഭവിഷ്യം ഒരുക്കും. ഒരു ദൈവദൃഷ്ടി ഒഴുകും, ഒരു ദൈവഭക്തി ഒഴുകും, ഒരു ദൈവദർശനം ഒഴുകും, ഒരു ഉൾക്കൊള്ളൽ ഒഴുകും.